ഹായ്, നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ കാണിച്ചിരുന്ന സെറ്റിംഗ്സ് ഉണ്ടല്ലോ, രണ്ട് സെറ്റിംഗ്സിൽ ഉണ്ട്. അത് ഓഫായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പല ഫേക്ക് ആപ്ലിക്കേഷൻസ് വരാനും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് സെറ്റിംഗ്സ് ഉള്ളത് ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യലുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ചിലപ്പോൾ വൈറസുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസിന്റെ കൂടെ പല മാൾവെയറുകൾ, കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഈ പ്ലേ സ്റ്റോർ വഴിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് സെറ്റിംഗ്സിൽ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ പ്ലേ സ്റ്റോറിൽ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെറ്റിംഗ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഒരു സെറ്റിംഗ്സ് പറയാം, രണ്ടാമത് ഞാൻ പറഞ്ഞ രണ്ടും സൂപ്പർ സെറ്റിംഗ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും അത് നിങ്ങൾ ചെയ്തു വെക്കണം. ഇവിടെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഓവർവ്യൂ കാണുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് തന്നെ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ മാറിപ്പോകരുത്, മാനേജും ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്. നമുക്ക് വേണ്ടത് മാനേജ് എന്ന് പറയുന്ന കാര്യമാണ്. ആ മാനേജ് ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇത് മുഴുവനുള്ളത്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതാണ്, മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ഇവിടെ ദിസ് ഡിവൈസ് കാണിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ഏരോ കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ചൂസ് ഡിവൈസ് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ 3 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ആ 3 ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്ന നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നോട്ട് ഇൻസ്റ്റാൾഡ്, അവിടെ നമ്മൾ ഇന്ന് ക്ലിക്ക് ചെയ്യാം. ആ നോട്ട് ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഇപ്പോൾ നോട്ട് ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, നിരവധി ആപ്ലിക്കേഷൻസ്. നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. ഇത് മുഴുവൻ നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ എപ്പോഴാണോ ഫോൺ വാങ്ങി ആ സമയത്ത് മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്ത പല കാര്യങ്ങളായിരിക്കും. അതിന്റെ കൂടെ ചിലപ്പോൾ പലതും കയറി കൂടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ആപ്പ് ഡിലീറ്റ് ചെയ്താൽ പോലും ഇത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഇതിനെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ടിക്ക് മാർക്കില്ലേ, ചെക്ക് ബോക്സ്, ആ ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ ആപ്ലിക്കേഷൻസിന്റെ അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതിന് തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് തൊട്ടടുത്തൊരു ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതല്ല നമുക്ക് വേണ്ടത്, മാറിപ്പോകരുത്. നമുക്ക് ആ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷനുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. എങ്കിൽ നമുക്ക് വളരെയധികം സേഫ് ആണ്. കാരണം ഇതൊക്കെ നമ്മൾ മുൻപ് ഒഴിവാക്കിയ സാധനങ്ങളാണ്. അതിന്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ പ്രശ്നമാണ്. ചില സമയത്ത് ചെറിയ ഡാറ്റ പോലും നമുക്ക് അതൊന്ന് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ചില രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ചില ഡാറ്റ